ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഹലോ ഫാമിലി, ഞാൻ മൂപ്പൻസ് വ്ലോഗ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചാനലാണ്. അതായത് റിയാക്ഷൻ വീഡിയോ പലത് കണ്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ അധികം കാണാത്തോണ്ടാന്ന് അറിയത്തില്ല, കുറച്ച് പേരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് നല്ല മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. എനിക്കത് ഫോളോ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ ചില സമയത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴേ നമുക്കങ്ങ് പച്ചത്തെറിയാൻ വിളിച്ചു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം, ജാസ്മിൻ ജാഫർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചും ഗ്ലൂട്ടാതയോൺ വെളുത്തിട്ട് പാറുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഒരു റിയാക്ഷൻ മൂപ്പൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിലൊരു കമൻറ്റിൽ തീരാത്ത അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതിൽ മൂപ്പൻസ് പറഞ്ഞ ഒരു വേർഡാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കറുപ്പ് വെളുപ്പ് എന്നൊരു സംഭവത്തിനെ കുറിച്ച് ഒരു കോംപ്ലക്സ് ഒക്കെ തോന്നിയ കാലഘട്ടം ഉണ്ടോ? വെളുപ്പാണോ കറുപ്പാണോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടി. പിന്നെ ചില കാര്യങ്ങൾ അത്രയും കോൺഫിഡൻസോടുകൂടി പച്ചയ്ക്ക് വിളിച്ച് പറയണം എന്നും തോന്നി. ഗ്ലൂട്ടാതയോണിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവാൻ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കിൻ ക്ലിനിക്കിൻ്റെ പേര് പറഞ്ഞ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആദ്യത്തെ ഒരു കാര്യമാണ്. ഒന്ന്, ഈ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഉള്ളിൽ, ഇച്ചിരി നീണ്ട വീഡിയോ ആണ് കേട്ടോ, ഉള്ളിൽ ഈ ഒരു സ്പാർക്ക് വീഴുന്ന ഒരു അയ്യോ ഞാൻ കറുത്തല്ലോ എന്നൊരു എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ എക്സ് ഫാമിലിയിൽ പണ്ടത്തെ ആ ഒരു രീതിയാണല്ലോ. അപ്പം ഞാനൊരു 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ജാസ്മിൻ ജാഫർ പറഞ്ഞ പോലെ സ്കിൻ കുറച്ച് ബെറ്റർ ആണെന്ന് ഞാൻ ഇതിൽ പറയുന്നത്, കുറച്ച് എനിക്ക് കളർ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ബെറ്റർ ആണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്, അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷെ എനിക്ക് സ്കിൻ ബെറ്റർ അല്ല, എനിക്ക് കുറച്ച് കളർ വന്നിട്ടുണ്ട് മുമ്പത്തേക്കാളും. അപ്പോൾ ഞാൻ ഒരിക്കലും കേൾക്കുവാണ്, അവിടെ വീട്ടിൽ ആരാണെന്നൊന്നും പറയുന്നില്ല, കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ കേൾക്കുകയാണ്, കുറച്ച് ഒരു കല്യാണാലോചന വന്നതാണ്. കാരണം ഞാൻ എൻ്റെ ലവ് മാരേജ് ആയിരുന്നു, ഞാൻ ഇറങ്ങി വന്ന ഒരു കല്യാണാലോചന വന്നതാണ്. നല്ല കളറുള്ളൊരു പെൺകുട്ടിയായിരുന്നേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കെട്ടിക്കയറി വന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു വേടാണ് കേട്ടോ അത്. ഭയങ്കരമായിട്ട് എനിക്ക്, കാരണം ഞാനൊരു മീഡിയം സ്കിൻ ടോണാണ്, ഒരു മീഡിയം. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച ആള് നല്ല വെളുത്തിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ കയറിയൊരു ഇതാണ്. കാരണം എൻ്റെ അപ്പൻ നല്ല കറുത്തതാണ്, പക്ഷെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ഗെറ്റപ്പായിട്ട് നടക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നത് എൻ്റെ അപ്പനെയാണ്. എനിക്ക് അത് മൊത്തത്തിൽ ഉൾട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു ഇത് വന്നത്. അത് എൻ്റെ ലൈഫിനെ ഒരുപാട് ബാധിച്ചു. ഉള്ളിലും ഇതാണ് കാരണമെങ്കിലും പല പല കാര്യത്തിന് ഞാൻ തല്ലുകൂടാൻ തുടങ്ങി. അതായത് പുള്ളി കളറുള്ളതുകൊണ്ട് ഒരു സംശയം വരാൻ തുടങ്ങിയോ, പുള്ളി ഇനി കളറുള്ള പെണ്ണുങ്ങളെ നോക്കും, പുള്ളി ആരെയാണ് നോക്കുന്ന പെണ്ണിന് കളറുണ്ടോ? ഉള്ളിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിനായിരുന്നു. ലാസ്റ്റ് ഞാനിത് പുള്ളിയോട് തുറന്നു പറഞ്ഞ സമയത്താണ്, നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, മിസ്റ്റർ ജോൺ ആണ്, വനിതയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി. പുള്ളിക്കാരനാണ് ആദ്യം സംസാരിച്ചത്. എന്നെ വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് തോന്നി, ഇയാള് വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്കിതൊക്കെ മാറും, ഈ ഒരു വിഷമമൊക്കെ മാറും എന്ന് പറഞ്ഞു കുറച്ച് ടാബ്ലറ്റ് തന്നിട്ടോ. ഈ ടാബ്ലറ്റ് കഴിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സാറിനോട് പറയുവാണ്, എനിക്കിപ്പോൾ ആ ടെൻഷനൊക്കെ മാറി കേട്ടോ, എനിക്കിപ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നു, എനിക്ക് ആ ടെൻഷനേ മാറി. പക്ഷെ അപ്പോൾ സാറ് പറഞ്ഞൊരു ഇതുണ്ട്, ഞാൻ തന്നത് ചുമ്മാ ഒരു കാൽസ്യം ടാബ്ലറ്റ് മാത്രമാണ്, നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു ഇതാണ് ഈ ഒരു ചിന്താഗതിക്ക് കാരണം എന്ന് പറഞ്ഞു. പുള്ളി തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാനാണ് ഇന്ന് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി എന്ന് കണ്ണാടി നോക്കി പറയാൻ ശീലിക്കണം. പിന്നെ നമ്മളെ തന്നെ സ്നേഹിച്ചില്ലേ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ആ ഒരു വേർഡ് എൻ്റെ ആ പെയിൻ മൊത്തത്തിൽ അങ്ങ് ഉൾട്ടയാക്കി. പിന്നെ അങ്ങ് വേറെ ലെവൽ കോൺഫിഡൻസിലാണ് ഞാൻ പിന്നെ കയറി വരുന്നത്. അപ്പോഴും വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് 42 വയസ്സുണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് എനിക്കത് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള കാരണം എനിക്ക്, പക്ഷെ എന്നാലും എൻ്റെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്നെ കാണാൻ കൊള്ളില്ല എന്നൊരു പെർസെൻറ്റേജിലും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളുക്കാൻ എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അതെല്ലാം വാരി തേച്ചിട്ടുണ്ട്.
ഫെയർ ആൻഡ് ലവ്ലി. കുറച്ചെങ്കിലും വ്യത്യാസം എനിക്ക് തോന്നിയിരിക്കുന്നത് പണ്ടത്തെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചപ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് അന്നത്തെ കാലത്തൊക്കെ ഒന്നും നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. പിന്നെ ആ വന്ന കളർ അങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മൂപ്പൻസ് പറയണവരെ ഈ കെമിക്കലായിട്ടുള്ള വെളുത്ത് പാറുന്ന ക്രീമുകളുണ്ട്. 7 ദിവസം അപ്പം പോലെ തേച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര മാറ്റം വരുന്നു. 7ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും വെളുത്തങ്ങ് പാറി. ഞാനിത് എന്ന് സ്റ്റോപ്പ് ചെയ്ത് അന്ന് സ്കിന്നിന് ഇപ്പോൾ ഒരു കുരുവുണ്ട്, അതുപോലെ കുരുക്കൾ വരാൻ തുടങ്ങി, കറുത്ത പാടുകൾ വരാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ സ്കിൻ ക്ലിനിക്ക്, അതായത് സ്കിൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിൽ ട്രീറ്റ്മെന്റിന് പോയി. ഞാൻ ലാസ്റ്റ് ഈ അയച്ചു തന്ന ആളോട് സംസാരിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്കിന്നിന് ട്രീറ്റ്മെന്റ് എടുത്ത പേയ്മെന്റ് അവരെനിക്ക് റിട്ടേൺ തന്നു. അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ പേയ്മെന്റ് തന്ന അവരെന്നെ ഒതുക്കി. പക്ഷെ ഇന്നത്തെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് കോടതി കയറിയാണ്. അന്ന് വലിയ ബോധങ്ങളൊന്നുമില്ല. ഇന്ന് ബോധം ഉണ്ടെന്നല്ല, അന്ന് ഇല്ല. എന്തൊക്കെയാണ് അവിടെ പോയി ചാടി തലവെക്കുക. അവര് എനിക്ക് 8,000-10,000 രൂപ ട്രീറ്റ്മെന്റ് ആയി ഫേസ് പഴയ പോലെ ഒന്ന് ആക്കിയെടുക്കാൻ, വെളുത്തത് ഇതാക്കാനല്ല, പാണ്ടും പുള്ളിയും കുരുവൊക്കെ ഒന്ന് മാറ്റാനായിട്ട്. അപ്പൊ അവർ ആ പേയ്മെന്റ് തന്ന് എന്നെ അങ്ങ് ഒതുക്കി. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ അതിൽ ഒതുങ്ങില്ല, ഞാൻ അവരെ കോടതി കയറ്റിയേനെ. പിന്നെയും ഈ പറഞ്ഞ ക്രീമുകള്, പൊടിക്കൈകള്, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ച് തേക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പെർമനന്റ് സൊല്യൂഷൻ അപ്പോഴും ഇല്ല. പിന്നെ ബോധം വരാൻ തുടങ്ങി. നമ്മൾ സ്കിന്നിന് വെയിലത്തേക്ക് ഇറങ്ങാതിരിക്കാൻ, ഒരു ടാൻ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിലുള്ളവർക്ക് അതൊരു വലിയ വിഷയം തന്നെ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എത്രയൊക്കെ ഇതായാലും ചില സമയത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, ഷോ നീ പണ്ടത്തേക്കാളും കറുത്ത് കരിവാളിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഇത് വരും. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഷോ ഞാൻ ഇനി മുതൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം തേച്ചട്ടെ. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം തേക്കാനും മോയ്സ്ചറൈസർ തേക്കാനും ഇതെല്ലാം എവിടെന്ന് ഈ പ്രമോഷൻ വീഡിയോയിലും ആൾക്കാർ പറഞ്ഞിട്ടല്ല. മെഡിക്കൽ ടെസ്റ്റിൽ നവീൻ ഡോക്ടറുടെ, ഡെർമറ്റോളജിസ്റ്റ് ആണ് സാർ, ഇപ്പോഴും ഉണ്ട്. നവീൻ ഡോക്ടറിന്റെ അഭിപ്രായ പ്രകാരം മോയ്സ്ചറൈസർ ഇടാനും ഈ പറഞ്ഞവരെ സൺ പ്രൊട്ടക്ഷൻ ഇട്ട് പോവാനും ഒക്കെ തുടങ്ങി. കാരണം ഞാൻ അതിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അങ്ങനത്തെ മനുഷ്യരുണ്ട്. മൂപ്പൻസിനോട് പറയുന്നത് ടാൻ അടിച്ചാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്, ചില മനുഷ്യർക്ക് അങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കരിവാളിച്ച് പോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ സാധാരണ മനുഷ്യരായാലും ചിലവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇത് വരും, ഷോ എന്ന് പറഞ്ഞിട്ട് വരും. അവരെ പോലത്തെ ഒരു കാറ്റഗറി ആയിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ ഞാനത് പിന്നെ മനസ്സിലാക്കിയൊരു നഗ്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു അൽമേഘ പാലാരിവട്ടത്തൊരു ക്ലിനിക്ക് ഉണ്ട്, അൽമേഘ, പേരുകളടക്കം ഞാൻ പറയും. അവിടെ ചെന്ന് ഞാൻ എന്തോ സ്കിന്നിന് കുരുവൊക്കെ വന്നപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ കയറിയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗ്ലൂട്ടാതയോൺ നരമ്പിലൂടെ ഇഞ്ചക്ഷൻ ചെയ്താൽ വെളുക്കുമെന്നൊരു സംഭവം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു 6-7 എണ്ണം മിനിമം എടുക്കണം. അതിന് ഏകദേശം കണക്കൂട്ടിയൊക്കെ ഒരു 50,000 രൂപയൊക്കെ അടുത്ത് വരും. അന്ന് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. മനസ്സിലായി? 50,000 രൂപയൊക്കെ കൊടുത്തിട്ടോ. പിന്നെ നരമ്പിലൂടെയാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് ഇതിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ലോകത്ത് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇൻഫോം ചെയ്തിട്ടില്ല, 1-2 എവിടെയൊക്കെയോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അന്നാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സംഭവം കിടക്കണുണ്ട്. പിന്നെ ഒരുവിധം നമ്മൾ സാമ്പത്തികമായി ഫിനാൻഷ്യലി സ്റ്റഡി ആയതിനു ശേഷം ഞാൻ നമ്പ്യാർസ് ഫേസ് ക്ലിനിക്, കടമന്ത്രയാണ്. ഞാൻ ഈ പേര് പറയാൻ കാരണം അവരോട് ഞാൻ ചലഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്ന സമയത്ത് അവരുടെ ഫേസിൽ ഒന്നുമില്ല. എന്ത് ആൻസർ എന്നോട് പറയും എന്നുള്ളൊരവസ്ഥയുണ്ട്. ഞാൻ ഫൈനലി ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് കിടന്ന പെയിനാണ് കേട്ടോ ഇതിനൊക്കെ ചെയ്തു കൂട്ടാനുള്ളത്. ജോൺ സാറിനെ കണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഒരു കോംപ്ലക്സ് പുറത്തേക്ക് വന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണേൻ്റെയാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ. എവിടെയെങ്കിലും ഒരു മനസ്സിന് തട്ടിയാൽ അത് കിടന്നത് തന്നെയാണ്. അപ്പോൾ എനിക്കും വെളുക്കണം, എനിക്ക് ഭയങ്കര. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടിയൊക്കെ ഗ്ലൂട്ടാത്തതിനെ കുറിച്ച് കുറേയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടും ഞാൻ അവിടെ പോയിട്ട് ഈ ഡോക്ടർ നമ്പ്യാർ പുള്ളിയുടെ വീഡിയോ ഞാൻ ഇടാം. ആ ക്ലിനിക്കിലേക്ക് പോകാനുള്ള കാരണമാണ് ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോ നിങ്ങൾ കാണട്ടോ. കുറച്ച് ഭാഗം ഇടുന്നുള്ളൂ, അത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്.
ഇത് കണ്ട സോ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് യാദൃശികമായി കണ്ടുപിടിച്ച ഒരു വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ വെളുക്കുന്ന ഒരു ഏജന്റ് ആണ്. മുമ്പ് കാലങ്ങളിൽ ക്യാൻസർ ചികിത്സ, അതുപോലെ ലിവറിന്റെ ഡിസീസ്, അതായത് വളരെയധികം ലിവർ ഡാമേജ് വന്ന പേഷ്യൻസിന് അവരുടെ ശരീരത്തിന് ആ ലിവർ ഡാമേജ്, അതുപോലെ ന്യൂറൽ ഡാമേജ്, അതായത് ഒരു കീമോതെറാപ്പിയുടെ ഭാഗമായി, ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് അതിനെ നമ്മുടെ ന്യൂറൽ ഡാമേജ്, ശരീരത്തിൽ വരുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് കാലങ്ങളിൽ കൊടുത്തിരുന്ന ഒരു കോൺസെൻട്രേറ്റഡ് അമിനോ ആസിഡ് ആണ് ഈ പറയുന്ന ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. സോ ഈ ഗ്ലൂട്ടാത്തയോൺ കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യന്റുകളിൽ കണ്ടിരുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അവരുടെ സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിന്റെ കളർ വളരെയധികം വെളുത്തു എന്നുള്ളതാണ്. ആ ഒരു അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്നൊരു മെഡിസിൻ ഈ ഒരു ഡെർമറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്കിന്നിൽ വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോകം എടുക്കാൻ തുടങ്ങിയത്. എല്ലാവരും അതിന്റെ പിന്നിലോട്ട് പോകാൻ തുടങ്ങി. സോ ഗ്ലൂട്ടാത്തയോൺ ബേസിക്കലി 3 തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഓറൽ ഫോം, അതായത് ടാബ്ലറ്റ്സിന്റെ രൂപത്തിൽ, രണ്ടാമതെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ രൂപത്തിൽ, പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇഞ്ചക്ഷൻ രൂപത്തിൽ IV മാർഗത്തിൽ, അതായത് ഡയറക്ട്ലി നമ്മുടെ ബ്ലഡിലോട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, മൂന്നാമതെന്ന് വെച്ചാൽ അത് സ്പ്രേ രൂപത്തിൽ നമ്മുടെ നാക്കിന്റെ അടിയിൽ സബ്ലിംഗ്വലി നമുക്ക് നാക്കിന്റെ അടിയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അവൈലബിൾ ആണ്. സോ ഈ ലോകത്തിലെ ഒരു ഡ്രഗിന്റെ FDA അപ്രൂവൽ, അതായത് ഓരോ ഡ്രഗ്സിനും ഒരു മെഡിക്കൽ ബോർഡിന്റെ അപ്രൂവൽ ഉണ്ട്. സോ ഒരു മെഡിക്കൽ ബോർഡിന്റെ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് രൂപത്തിലാണ് കൂടുതലായിട്ടും അപ്രൂവൽ നേടിയിരിക്കുന്നത്. സോ ബേസിക്കലി എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ ശരീരത്തിൽ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ ബേസിക്കലി നമുക്ക് തരുന്ന ആ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കറുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കളറിനെ പാടിയാണ് എന്ന് ഞാൻ, അതായത് നമ്മള് ഇങ്ങനെയുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീണു പോവും. എത്ര ബോധമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില സംഭവത്തിൽ വീണു പോവും അറിയാതെ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പെയിനൊക്കെ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീണു പോവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ വണ്ടി വിളിച്ചു പോവാണ്. ഞാൻ ഇവരോട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറയുവാണ്, വിളിക്കോ? അപ്പൊ അവര് പറയുന്നുണ്ട് ഉറപ്പാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് ഒരു 7 days വിട്ട് കോഴ്സുകൾ ചെയ്യണം, വെളുക്കും മറ്റേതാണ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് വന്നാന്ന് പറയും. സൈഡ് എഫക്റ്റ് അവർ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ വാക്കുകളിൽ വീണു. ഈ ഡോക്ടറല്ല ഞാൻ അവിടെ കണ്ടത്, ഡോക്ടർ വേറെ ഏതോ ക്ലിനിക്കിലാണെന്ന് പറഞ്ഞു, പക്ഷെ പുള്ളിയുടെ അണ്ടറിൽ തന്നെ ഉള്ളതാണ്. അവിടെ ചെന്നു, നരമ്പില് ഈ സാധനം കുത്താൻ തുടങ്ങി. കുത്തിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് കുത്തണ സമയത്ത് അവര് ഈ പറഞ്ഞവരെ എന്റെ മുമ്പിൽ വെച്ചൊന്നുമല്ല ഈ മെഡിസിൻ എടുത്തിട്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. ഞാനത് പറയാനുള്ള കാരണം വേറൊരു കാര്യം പറയാം. അത് ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു തലവേദന ഫീൽ ചെയ്തു. ഇത് ചെയ്യണ സമയത്ത് തലവേദന ഫീൽ ചെയ്തു. അതുകൂടാതെ നമുക്ക് കഴിക്കാനും ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റും വൈറ്റമിൻ C ടാബ്ലറ്റും അതിന്റെ ഒപ്പം തരുവാണ്. അതായത് ഏകദേശം ഒരു 6000 രൂപ 7000 രൂപ ഒരു ഇഞ്ചക്ഷൻ ആവുകയാണ് ഒരു ദിവസം. 8ാമത്തെ ദിവസം വീണ്ടും ഈ പൈസ കൊടുക്കണം. ഇതിന്റെ ഒപ്പം ടാബ്ലറ്റ് ഉണ്ട്, 10,000-3000 രൂപയുടെ ടാബ്ലറ്റ് ഉണ്ട്. നിങ്ങൾ എന്നെ തല്ലാൻ തോന്നും, പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എപ്പോഴെങ്കിലൊക്കെ വന്ന ഒരു മനസ്സിനേക്കുന്ന പെയിൻ ഭയങ്കര ഭീകരമാണ്. അതിന് റിക്കവർ എന്താണെന്നറിയില്ല. ഞാൻ അങ്ങനെ പോയി. ഞാൻ അതിലിപ്പോ ചീത്ത നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ 10-12 ഗ്ലൂട്ടാത്തയോൺ നമ്പ്യാർ ഫേസ് ക്ലിനിക്കിൽ ഞാൻ എടുക്കാൻ തുടങ്ങി. മഞ്ഞ കളറുള്ള വെള്ളം, പിങ്ക് കളറുള്ള വെള്ളം, ഇതൊക്കെയാണ് ഇഞ്ചക്ട് ചെയ്തുന്നത്. കൃത്യമായിട്ട് എടുത്തു. അവര് തരെ അന്തം വിടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്റെ സ്കിന്നിനൊരു മാറ്റമില്ലല്ലോ. അപ്പോഴും ഞാൻ ചിന്തിക്കണത് എന്താണെന്നറിയോ, വെളുത്തില്ലെങ്കിലും സ്കിന്നിന് കുറച്ച് കുത്തും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. കേട്ടിട്ടുണ്ട് ഇവരുടെ വീഡിയോയിൽ നല്ല ഗ്ലോ വരും എന്നൊക്കെ. ചത്ത ശവം പോലെ ഇരിക്കണ, അല്ലാതെ ഒരു മാറ്റവും ഇല്ല. സ്കിൻ ബെറ്റർ ആവുന്നില്ല, ഒരു രീതിയിലും ഒരു മാറ്റമില്ല, ഒരു ഗ്ലോ പോലും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഞാൻ ഇനി വരുന്നില്ല ഇങ്ങനെ പറഞ്ഞ് എനിക്കൊരു മാറ്റമില്ല. അവര് അവിടെ ചെയ്തവരെ ഫേസ് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണം അവര് ഒരു അന്തം വിട്ടേക്ക് എന്ത് പറയും, ഇവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണോ, ഒരു കുറ്റബോധമോ എന്തുകൊണ്ടോ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴും ഈ പറഞ്ഞ സംഭവത്തിനെതിരെ ഒരു കേസായിട്ട് പോകാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഇവര് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വല്ലതൊക്കെ കുഞ്ഞുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ കുറെ അതിലേക്ക് സൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല. പക്ഷെ എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് കേട്ടോ, വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ ഞാൻ പറയാം. പിന്നീട് ഞാൻ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് ഡോക്ടേഴ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഭീകരമായ ഒരു MGയിൽ എനിക്ക് ഗ്ലൂട്ടാത്തയോൺ തന്നിട്ടില്ല. തന്നിരുന്നെങ്കിൽ ലിവറൊക്കെ അടിച്ചു പോയേനെ. ഒരു മിനിമത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓർഗൻസിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ കുറേ ഡോക്ടേഴ്സിനോട് സംസാരിച്ചതിൻ്റെയും കുറേ വീഡിയോസ് കണ്ടതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഡോക്ടേഴ്സിന്റെ വീഡിയോസ് കണ്ടതിലൊക്കെ ഇത് കുറച്ചൊക്കെ നല്ലതാണ് എന്ന് കേട്ടു. ഭാഗ്യത്തിന് ഞാൻ അങ്ങനെ ഓർത്ത് സമാധാനിച്ചു. പുറമെ ഒന്നും കിട്ടില്ല, അകമേ എവിടെയെങ്കിലൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ ഞാൻ അപ്പോഴും എൻ്റെ ഫേസിന് എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് ബേസിലേക്ക് പോയത് പിന്നീട് മെഡിക്കൽ ട്രസ്റ്റിൽ നവീൻ സാറിന്റെ അടുത്ത് പോയി. പിമ്പിൾസിന് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. പിമ്പിൾസ് കൊണ്ട് കോൺഫിഡൻസ് കുറയുന്നവർ മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ മതി എന്ന് പറയുന്നുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു മുഖക്കുരു വന്നാലോ ഒരു പാട് വന്നാലോ കോൺഫിഡൻസ് പോകുന്ന ഒരു പ്രകൃതമാണ്. അങ്ങനെ പ്രകൃതമുള്ളവരും ഉണ്ട് കേട്ടോ മൂപ്പൻസ്. ഞാൻ എല്ലാവരെയും മൂപ്പൻസിന്റെ അടുത്ത് പറയുന്ന ശൈലി മൂപ്പൻസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ ഇത് പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ജാസർ പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, എന്താണ് ചിഞ്ചോ അങ്ങനെ എന്തോ,
ഈ സാധനങ്ങൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് പ്രൊമോഷൻ വീഡിയോക്ക് വന്നൊരു കമ്പനിയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു 3000 സംതിങ് ഉണ്ട് ഈ ടാബ്ലറ്റിന് കേട്ടോ, ഈ ടാബ്ലറ്റ് ഞാൻ വാങ്ങിച്ചോളാം, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചോളാം. വാങ്ങിച്ചിട്ട് അതിന് ഞാൻ അവരോട് ചോദിച്ചത് ഒരു 40% എങ്കിലും ഇതിന് മാറ്റമുണ്ടെങ്കിൽ ഞാനത് പ്രൊമോഷൻ ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. 100% അവരല്ല, അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് എന്നോട് തിരിച്ചു പറയാം കേട്ടോ. തിരിച്ച് അവർക്ക് ഞാൻ അവരെ വെല്ലുവിളിക്കുന്ന കാര്യമാണ്. പിന്നീട് അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുന്ന ഒരു 40% പോലും ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനം എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും നല്ല ഷാർപ്പായിട്ട് ഇത് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര മാറ്റം എന്ന് പറയും ഒച്ചത്തിൽ പറയുന്നവര് സൈലന്റ് ആയിട്ട് പറയുന്നൊരു വേർഡ് ഉണ്ട്. പല സ്കിൻകാർക്കും പല മോഡലായിരിക്കും. പക്ഷെ അത് ഈ യൂട്യൂബ് കാണുന്നവരുടെ ഉള്ളിൽ കയറില്ല. ഒരു ചങ്ക് പൊളിച്ച് പറഞ്ഞതും വിസിബിൾ ആയിട്ടുള്ള കാഴ്ചകളും മാത്രമേ സാധാരണ ഒരു പ്രേക്ഷകന്റെ മനസ്സിലിരിക്കുള്ളൂ. അവർ സൈലന്റ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കട്ടോ, ബൈ ബൈ, ഇങ്ങനെ ആയിരിക്കും അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഞാൻ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു റീഫ്രഷ്നെസ്, അല്ല വെളുത്തുന്നല്ല, സ്കിൻ കുറച്ച് ബെറ്റർ ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ സകല സാധനങ്ങളും എല്ലാം കൂടി ഉപയോഗിച്ചിട്ടാണെന്ന് അറിയില്ല, ഒരു എന്താ പറയാ, മൊത്തത്തില് സ്കിൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി ഡോക്ടറിന്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ സൂര്യപ്രകാശം തന്നെ നമുക്ക് മിക്കവാറും ഈ കാര്യങ്ങൾക്ക് പ്രശ്നം, വെള്ളം കുടിക്കായിക, ഇതൊക്കെയാണ് പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ സ്കിൻ ബെറ്റർ ആവാൻ തുടങ്ങി. ബെറ്റർ എന്ന് പറയുന്നത് സ്കിൻ ടോൺ അല്ല മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ കുത്തും പാടും കറുത്ത ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപോലത്തെ കളറല്ലായിരുന്നു. അതൊക്കെ ശരിയാവാൻ തുടങ്ങി. സ്കിന്നിന് വേണ്ട മോയ്സ്ചറൈസർ, ഒരു ഈർപ്പം സ്കിന്നിന് കൊടുക്കാൻ തുടങ്ങി, ബെറ്ററായി. പിന്നെ അതുകൊണ്ടായിരിക്കണം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫുഡും കറക്റ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സ്കിൻ ടോണും ബെറ്ററായി. പിന്നെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ ലോകത്ത് തെറിയാണ് ഞാൻ പറയാം, ഒരു സാധനത്തിനും നമ്മൾ വിചാരിക്കുന്ന ഒരു വെളുപ്പിച്ച് പാറാന്നുള്ളൊരു സാധനമില്ല. ഇപ്പൊ ഈ പറയുന്ന വെളുപ്പിച്ച് പാറുന്നതിന് എല്ലാത്തിനും തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വാരിപ്പരട്ടിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ ക്യാൻസർ വന്ന് ചാവാനുള്ളതാണെന്ന്. ഞാൻ അതിൽ അഡിക്റ്റ് ആയി പോയി. എനിക്ക് അതിൽ നിന്നൊരു റിക്കവർ കിട്ടുന്നില്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ലിപ്സ്റ്റിക് ഒക്കെ മാറ്റണം എന്നൊക്കെ വിചാരിക്കും, പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഈ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള കുറെ അതും ഇതൊക്കെ കഴിക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞ കോമ്പാക്ട് പൗഡർ അതും ഇതൊക്കെ ഉണ്ടല്ലോ. തൽക്കാലം നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരുടെ കാര്യം കേട്ടോ പറഞ്ഞത്. എനിക്ക് ചില സമയത്തൊക്കെ പിമ്പിൾസ് ഒന്നും കോൺഫിഡൻസ് ഉണ്ടാവില്ലെന്നേ. പക്ഷെ ഒരു കുരു ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് വരും. അതേസമയം കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. ഒരു കുരു കൊണ്ടോ ഒന്നും നമ്മളെ ജീവിതം ഇതാവാൻ പോകുന്നില്ല, മാർക്ക് കൊണ്ടോ ഒന്നും ജീവിതം. പക്ഷെ ചില സമയത്ത് നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ചില തെണ്ടികളുണ്ടാവും. ചിലവർ പറയുമ്പോൾ അയ്യോ കുരു വന്നല്ലോ, പണ്ടത്തെ പോലെയല്ല. അത് ഓർമ്മ വരുമ്പോൾ ചെറിയ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഇതോ, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജാസ്മിനോട് ഇപ്പോൾ വരുന്നൊരു ഡൗട്ട്, നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് സ്കിന്നിന് നല്ലതാണോ ഇല്ലയെന്ന് നോക്കാനായിട്ട് മിനിമം 3 മാസമെങ്കിലും എടുക്കും. അല്ല 1 മാസമെങ്കിലും മിനിമം വേണം. ആ സ്കിന്നിന് നല്ലതാണോ അല്ലെങ്കിൽ അതിന് പിമ്പിൾസ് വരുന്നുണ്ടോ. ഞാൻ എൻ്റെ ഉപയോഗിച്ച ഒരൊറ്റ പ്രൊഡക്റ്റും, ഞാൻ അതിൽ കുറേ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴും എനിക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാൻ പറ്റും. ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ തീർന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെ എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന് വരെ വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പ്രൊമോഷൻ വീഡിയോ തെറ്റാണെന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ എത്തിക്സ് വേണം. നമ്മൾ യൂട്യൂബിൽ വെറുതെ വന്ന് ഇതാക്കുന്നതല്ല. നമുക്ക് കുറച്ച് വരുമാനമൊക്കെ വേണം. പക്ഷെ വരുമാനം മാത്രം മതി. ഈ പറഞ്ഞ ബി കൈൻഡ് എന്നൊക്കെ പറഞ്ഞൊരു വേർഡിന് ഭയങ്കര ഇതുള്ളതാണ്. നമ്മൾ കുറച്ച് മനുഷ്യത്വം അല്ലെങ്കിൽ കർമ്മഫലം എന്നൊരു സാധനമുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അത് നമ്മളെ വിഴുങ്ങിയിരിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ നമ്പ്യാരുടെ വീഡിയോ കൂടെ വെക്കാൻ കാരണം പുള്ളിയുടെ ഗ്ലൂട്ടാത്ത വേണ്ട ഇതുണ്ട്. പിന്നെ ഫൈനലി ഞാൻ ചെയ്ത കുറച്ച് ഗ്ലൂട്ടാത്തനെ കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സംസാരം കിട്ടിയത് ഇവിടെ ഒരു സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് ഉണ്ട് തൃപ്പൂണിത്തറയില്. അപ്പോ ഞാൻ ഇതുപോലെ തന്നെ ഈ ജാസ്മിൻ പറഞ്ഞവരെ ടാൻ അടിച്ചു. അപ്പൊ ഞാൻ ഈ ടാബ്ലറ്റ് വിഴുങ്ങി. അതൊന്നും അല്ല, ആരോ ഒരു പ്രൊമോഷൻ തന്നു, നേരെ വിഴുങ്ങി കൂട്ടുകാർക്കും കൊടുത്തു. അതല്ല, ഞാനൊരു കറക്റ്റ് ഡോക്ടറിനെ കണ്ടു, അന്ന ചാണ്ടി ഡോക്ടറെ കണ്ടു. എനിക്ക് സ്കിന്നിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെ കൂടെയൊക്കെയായിട്ട് ഒരു കറുപ്പ് പാട് പോലെ. അത് ഞാൻ ഈ പറഞ്ഞ കറുപ്പ് പാടൊന്നും വിഷയമല്ല. പക്ഷെ ഈ കോൺഫിഡൻസ് നശിച്ചു പോണ ഒരു സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ട്.
എന്നെ ഇതെന്താ ഇത് ഒരുങ്ങിയിട്ടൊന്ന് സുഖമാവുള്ളൂ. ഞാൻ എപ്പോഴും ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടടിച്ച് അതെന്താന്നാവോ അത് എവിടേക്കോ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ വന്നു പോകുന്നൊരു സ്വഭാവമാണ്. പിന്നെ അതൊക്കെ ഇഷ്ടം ഉണ്ടാവും. എൻ്റെ അപ്പനൊക്കെ നല്ല ഒരുങ്ങി നടക്കണേ കണ്ടതൊക്കെ കൊണ്ടായിരിക്കണം കേട്ടോ, നല്ല ഇതൊക്കെ ഇട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ അത് ഫോളോ ആയിപ്പോയി. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഈ അനുഭവം, ഈ ഗ്ലൂട്ടാത്തോയുടെ അനുഭവം. ഡോക്ടർ പറഞ്ഞൊരു വേടുണ്ട്, അത് സ്കിൻ ബെറ്റർ ആവുക എന്ന് പറയുന്നത് പുള്ളിക്കാരി വെളുത്ത് പാറും എന്ന് ഒരിക്കൽ പോലും ഒരു വേട് പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലവർക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ വരും. ചില ആളുകൾക്ക് അത് അവർക്ക് ഒരു 3-4 ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സാധനം കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് വ്യക്തമായിട്ട് ആ ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മളെ വെയിറ്റും നമ്മളുടെ ഒരു ബ്ലഡ് ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് എത്ര ഡോസ് ഈ ബോഡിക്ക് വേണം എന്നുള്ളത് വരെ തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് ഒരു 2-3 ഗ്ലൂട്ടാത്തോൺ എടുത്തട്ടോ. കാരണം ഇത്രയും പോയി പണിയിട്ടിട്ട് വീണ്ടും സാറ പോയി എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പറയാം, എനിക്ക് സ്കിന്നിന് ഒരു വെളുത്തിട്ട് പറയല്ല, സ്കിന്നൊന്ന് റീഫ്രഷ് ആയ, ചത്തിരുന്ന സ്കിന്നൊന്ന് റീഫ്രഷ് ആയ ഒരു ഫീല് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പരസ്യം ഒന്നും അല്ലട്ടോ, ഞാൻ പേയ്മെന്റ് ചെയ്തതൊക്കെ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോ എനിക്ക് കുറച്ചുകൂടി ഒരു അഭിപ്രായം തോന്നി നമ്മളുടെ ബോഡിയുടെ വെയിറ്റും എത്ര ഇത് കയറാം എത്ര ഇതെന്നൊക്കെ ചെയ്തിട്ടാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കാർബൺ ലേസർ എന്ന് പറഞ്ഞ സാധനം, അതായത് ഒരുപാട് ക്രീമുകളൊക്കെ വാരി തേക്കണേക്കാളും നമുക്ക് ഡെർമറ്റോളജിസ്റ്റ് പറയുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. അത് ഒറ്റ തവണ ചെയ്തപ്പോഴേക്കും ഇവിടുത്തെ അവിടുത്തെ പോയി കറുത്ത പാടുകളൊക്കെ ഒരുപോലെ അല്ലാത്ത സ്കിന്നൊക്കെ ഒരുപോലെയായി. അത് എല്ലാ സ്കിൻകാർക്കും കാർബൺ ലേസർ പറ്റില്ല. അയ്യോ സാറ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും ഓടണ്ട, അങ്ങോട്ട് ചെന്ന് ഡോക്ടറെ കാണുക, എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് ഈ പാടുള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ, അല്ല ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളാണ്, എന്റെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കണം, മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കണം, നല്ല രീതിയിൽ എനിക്ക് പ്രസന്റ് ചെയ്യണം, അങ്ങനെ മാത്രം പ്രസന്റ് ചെയ്താലേ നല്ലതാവൂ എന്ന് തോന്നലുള്ളവർ പോവുക. അല്ലാതെ ഒന്നും ചെയ്യാതെ നമ്മളുടെ ക്യാരക്ടറും പ്രസന്റേഷനും കൊണ്ട് കോൺഫിഡൻസ് ഉള്ളവർ ഒരു സാധനവും ചെയ്യണ്ട. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ല, ആ ഒരു ബേസ് എവിടെയോ കിടന്നതുകൊണ്ടാണ് പിന്നെ ആ ഒരു രീതിയായി. പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം, മുടിയൊക്കെ കളർ ചെയ്ത് അങ്ങനെ. ഇപ്പോഴും കളറിന്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇത് പറയുന്നുണ്ട്, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഇന്ന കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ മാസം ചെയ്യാവുന്നവർ മാത്രം ഇതൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇതൊരു കമന്റില് തീരത്തില്ല മൂപ്പൻസ്. അതുകൊണ്ട് എനിക്ക് അവിടെ കമന്റ് ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ എത്രയെന്ന് വെച്ച് എഴുതും. അപ്പൊ അതുകൊണ്ട് യൂട്യൂബേഴ്സ് പല വീഡിയോസും കാണും. നമ്മൾക്കൊരു കോമൺ സെൻസ് വേണം. നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഒരു പെയിൻ കിടക്കുമ്പോൾ നമ്മളത് ചാടിക്കേറി മേടിക്കും. ഒരു എത്തിക്സോടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഉള്ള കാര്യം ഉള്ള പോലെ അവസാനം വരെ വിളിച്ച് പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവും സമൂഹത്തിനോട്, നമ്മളെല്ലാവരും ബാധ്യതയാണ്. എന്തെങ്കിലുമൊക്കെ പറയാനുള്ളപ്പോൾ അത് പറയാനൊരു പ്ലാറ്റ്ഫോം വേണം. സെക്കൻഡറി ആണ് ഇതിലെ വരുമാനം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ, പ്രൊഡക്റ്റുകൾ, ഒരുപാടല്ലെങ്കിൽ പോലും പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക, ചേച്ചി ഇങ്ങനത്തെ സാധനം ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുരു വന്നു. ഒരു പ്രൊഡക്റ്റും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇതിന് കുരു വരും അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയാതെ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ പ്രൊമോഷൻ ചെയ്തില്ല. പ്രൊമോഷൻ എന്ന് പറയില്ല, അത് എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പ്രൊമോഷൻ ഒന്നും പറയുന്നില്ല. പിന്നെ ജാസ്മിനോട് ഞാനൊരു വെല്ലുവിളി പറയാം. നിങ്ങൾ ഈ പറഞ്ഞ ചിഞ്ചിയോ എന്തോ ഒരു കമ്പനി ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പിങ്ക് കളറിലെ ടാബ്ലറ്റ് വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഒരു സാധനം? മണി ബാക്ക് ഗ്യാരണ്ടി തരാൻ തയ്യാറാണോ? ഞാൻ ഉപയോഗിക്കാം, എന്റെ സ്കിന്നും ഞാനും തയ്യാറാണ് ആ സാധനം. മണി ബാക്ക് ഗ്യാരണ്ടി തരാൻ തയ്യാറാണോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണം ഇതെല്ലാ സ്കിൻകാർക്കും നല്ലതല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇത് ചെയ്യണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നേ. കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസിന് ഈ സാധനം കൊണ്ട് വെളുത്തിട്ട് പാറുവാണ്, ഇതാണ് എന്റെ സ്ഥിരം പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ കമ്പനി പോലും, നമ്മളൊരു ഇന്റർവ്യൂ നടത്തുന്ന കമ്പനി പോലും ഉള്ള കാര്യം ചിലപ്പോൾ പറയും, കുറച്ചൊക്കെ ഒരു ചെറിയൊരു ഫ്രഷ്നെസ്, അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ലൈറ്റ് ഇടുമ്പോഴുള്ള ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ പറയുന്നവരെ ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായി ഇതാണെന്നുള്ളൊരു മണി ബാക്ക് ഗ്യാരണ്ടി തന്നിട്ട് ചലഞ്ച് ചെയ്യൂ. ഞാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ സ്കിന്നും തരാൻ തയ്യാറാണ്. പറയുന്നേ ഇത്രയേ ഉള്ളൂ. മണി ബാക്ക് ഗ്യാരണ്ടി തന്നുകൊണ്ട് ഏതെങ്കിലും ക്ലിനിക്കുകൾ ഗ്ലൂട്ടാത്തയോൺ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ വെളുപ്പിച്ചു തരും, നിങ്ങളെ ഞാൻ അത് ചെയ്തു തരും, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ അനുഭവവും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മാനസികാവസ്ഥയും ഞാൻ ഇതില് ചിലവർ ചീത്ത പറയുന്നവരാണ്, ചേച്ചിക്ക് പൈസയുടെ ഇതുണ്ടായിട്ടാണ്, ചേച്ചിക്ക് എന്തിന്റെ ഇതുണ്ടായിട്ടാണ്, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എല്ലാം കേൾക്കാൻ ബാധ്യസ്ഥയാണ്. കാരണം നമ്മൾക്ക് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ പുറകെ പോകുന്നതും. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു
കറുപ്പിന്റെയും വെളുപ്പിന്റെയും ഒക്കെ ഒരു പെയിൻ കിട്ടിയവരായിരിക്കും കൂടുതൽ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ സാധനം വീട്ടിലേ പറയരുത്. എന്ത് നല്ല സ്കിന്നായിരിക്കും എന്നറിയോ? ചില ആൾക്കാർ കറുത്തിരിക്കണേക്കും, പക്ഷെ അവരുടെ സ്കിന്നിന്റെ ക്വാളിറ്റി ഒരു ചില വിളമ്പന്മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയും ഈ ലിപ്സ്റ്റിക്കും ഈ വാരി തേച്ചിട്ടാണോ? സത്യമായിട്ട് എനിക്ക് ചീത്ത കേട്ടാലും ഞാൻ പറയാം എനിക്ക് എന്താണെന്ന് അറിയത്തില്ലടാ, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഫീല് വരും. അത് എൻ്റെ ഒരു സൈക്കോളജി പ്രശ്നം തന്നെയാണ്, എൻ്റെ മാനസിക പ്രശ്നം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അവിടെ പറയാൻ പ്രസംഗിക്കാൻ പറ്റുമായിരിക്കുന്നല്ലേ. പക്ഷെ എൻ്റെ ഒരു ഇതിൽ പറയാം, എവിടെയോ താളം തെറ്റിയ ഒരു മനസ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ടോണിനെ കുറിച്ചും ഭംഗിനെ കുറിച്ചും. അപ്പോൾ വന്നൊരു ചേഞ്ചാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. പക്ഷെ ഒരുപാട് ബെറ്ററായി. ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റുകളൊക്കെ വാരി തേച്ച് നമ്മുടെ സ്കിൻ അലമ്പാക്കുന്നേക്കാളും നല്ലത് നല്ല നല്ല ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, നല്ല നല്ല ഫിൽറ്ററുകളുണ്ട്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലേ വീഡിയോ ചെയ്യാൻ? ഫിൽറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്തോ, അല്ലാതെ സ്കിന്നിനെ കൊണ്ടേ വാരി വലിച്ചൊന്നും ചെയ്യണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഞാനൊരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. അല്ലാതെ ടാൻ മാറാനോ അങ്ങനെയല്ല. സ്കിന്നിന് കുറച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വെയിലടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് സ്കിന്നിന്. ഇങ്ങനെ മറിയായിരിക്കുന്നവർക്ക് സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക. കിടന്നുറങ്ങുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ, അത് നല്ല മോയ്സ്ചറൈസർ, നല്ല സൺ പ്രൊട്ടക്ഷൻ ക്രീമും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഡോക്ടർ തന്നതാണ്, എൻ്റെ സ്കിൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്കിൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഓക്കെ, കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ ഡോക്ടർ ഒന്ന് കാണാം. കൂടിപ്പോയ ഒരു 200 രൂപ 300 രൂപ ഫീസ് കൊടുത്ത് ഈ സാധനങ്ങൾ എഴുതി കിട്ടും, നിങ്ങളത് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഇടക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മൂപ്പൻസിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി കാണണം. ഞാൻ അതിൻ്റെ ചെറിയൊരു ഇത് വെക്കുന്നുണ്ട്. ഇത് എന്താണ് ആ ഒരു വീഡിയോന്റെ ഒരു സംഭവം വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ വിളിച്ച് പറയണ്ടേ. അപ്പോൾ നമ്പ്യാർസ് ക്ലിനിക്ക്, നിങ്ങൾക്ക് ഞാനത് ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാട്ടോ എനിക്കെതിരെ. ബൈ ബൈ. ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങൾ ചീറ്റ് ചെയ്യണം, നിങ്ങൾ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രൊമോഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങൾ ചീറ്റ് ചെയ്യണം, നിങ്ങൾ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കടപ്പുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ മറ്റുള്ള കാര്യങ്ങളോ സയന്റിഫിക് എവിഡൻസോ അതിന്റെ നോളജ് ഒന്നും ഞാൻ ഇന്ന് പറയുന്ന സാധനം പക്ക ഒരു സ്യൂഡോ ലെവലുള്ള സാധനമാണ്. അത് ചെയ്യാൻ നമുക്ക് അധികാരമുണ്ടോ? നമുക്ക് അറിയാത്ത കാര്യം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. നിൽക്കുന്നത് കാരണം പല സമയങ്ങളിലും ബൈക്ക് എടുത്ത് ഒക്കെ പുറത്ത് ചുമ്മാ കറങ്ങാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ടാൻ, എന്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ട്, ടാൻ അടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അതൊരിക്കലും ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് സൺ ടാൻ ഞാൻ എന്തിനു ഭയക്കണം? എന്തിനാണ് ഞാൻ അതിൽ ഓവർ കോൺഷ്യസ് ആവേണ്ടത്? എന്തിനാണ് ഞാൻ വറീഡ് ആവേണ്ടത്? ബിക്കോസ് ഞാൻ ഇങ്ങനെയാണെന്നേ. സോ അതിനെ ഞാൻ വെളുപ്പിച്ചാൽ മാത്രമാണ് എനിക്കൊരു സൗന്ദര്യം ഉണ്ടാവും.